ഹലോ ഗൈസ്, ടോട്ടു വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുട്ടിക്ക്, അതെ സാറക്കുട്ടിക്ക് ബീച്ചിൽ പോകണമെന്ന് വളരെ വലിയ ആഗ്രഹം. പിന്നെ നമ്മുടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ചിന്തിക്കാൻ നമ്മൾ നേരെ വണ്ടി വിട്ടു. എവിടേക്ക്? ബീച്ചിലേക്ക്. നമ്മുടെ സാറക്കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തനിച്ച. കാരണം ആളുടെ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ കുറേ ദിവസമൊക്കെ ഇങ്ങനെ എന്നും അവളിങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോൾ തനിച്ച സ്കൂൾ വിട്ട് വന്നതിന് ശേഷം. അപ്പോൾ ഇന്ന് അവൾക്കൊന്ന് ബീച്ചിൽ പോകണമെന്നൊരാഗ്രഹം. നമ്മൾ നേരെ വണ്ടി വിട്ടു. എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ബീച്ച് വളരെ അടുത്താണ്. അതുമാത്രമല്ല എൻ്റെ അമ്മ വീട് ബീച്ച് അടുത്തായത് കൊണ്ട് തന്നെ അവിടെ ബീച്ചിൻ്റെ മണലാട്ടോ. അപ്പം നല്ല രസമാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത് ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ നമ്പർ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾ എഡിറ്റ് ചെയ്ത് തരും. വളരെ നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്ത് തരും. എൻ്റെ ഈ വീഡിയോസ്, ഈ ഊട്ടിയിലത്തെ വീഡിയോ, മൈസൂരിലത്തെ വീഡിയോ, മൈസൂർ എത്തിയിട്ടില്ല, അത് എത്തുന്നതായിരിക്കും. ഈ ഊട്ടിയിലത്തെ വീഡിയോ എല്ലാം ഈ കാണുന്ന ഈ വീഡിയോ വരെ ആ ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് ആ ചേട്ടൻ എഡിറ്റ് ചെയ്ത് തരും. ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് റേറ്റൊക്കെ അവർ വാങ്ങിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളൊന്ന് വിളിക്കട്ടോ. നല്ല രസകരമാണ്. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം. എൻ്റെ ഷോർട്സൊക്കെ ഞാൻ തന്നെയൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോസൊക്കെ ഈ ചേട്ടൻ എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വലിയ പിടുത്തല്ല. അപ്പോൾ ഈ ചേട്ടൻ എഡിറ്റ് ചെയ്ത് തരണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചു നോക്കൂട്ടോ. ഇത് അടിയിലായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സാറക്കുട്ടിക്ക് എനിക്ക് ക്യാമറ പിടിക്കണം എന്നാണ്. ബട്ട് അവളുടെ കയ്യിൽ നിന്ന് ഈ ക്യാമറ വീണ് കഴിഞ്ഞാൽ കർത്താവേ, ഇനി വേറൊന്നും പറയാനില്ല. ഫോൺ വല്ലതുമാണ് പിന്നെയും കുഴപ്പമില്ല. ഇത് ക്യാമറയാണ്, സാധനം വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പിടിക്കാം, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളം പറഞ്ഞു. അവൾക്ക് ഞാൻ ആദ്യം മയക്കൊക്കെ കൊടുത്തു. പിന്നെ അവൾ പറഞ്ഞു, എനിക്ക് മയക്ക വേണ്ട ചേച്ചി, ഞാൻ തന്നെ പറഞ്ഞോളാന്ന്. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. അവൾ കളിഞ്ചിരിയിലായിരുന്നു. ഞങ്ങൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷത്തിലായിരുന്നു അവൾ. ഞങ്ങൾ വരുന്ന വഴിക്ക് രാധാമാരും കൃഷ്ണന്മാരും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായി കുട്ടികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ വളരെ രസകരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറക്കുട്ടി ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് അവൾ വളരെ രസകരത്തോടെ നമ്മുടെ വിൻഡോയിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും. ചില വീണ്ടും മുറ്റത്തൊക്കെ പായ് വിരിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീച്ച് ഏകദേശം എത്താറായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞാൻ ബീച്ച് കാണിച്ചു തരാം. അതേതാ ബീച്ചിൽ നിന്ന് കമൻറ്റ് ബോക്സ് ബിലോ. ഈ ബീച്ചിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ. വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കയറിയിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളതിലേക്ക് ഇറങ്ങി. നമ്മുടെ സാറക്കുട്ടിയുടെ അപ്പ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തേക്ക് ഒന്ന് ഇറങ്ങുന്നത് ചത്തുപോകുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളത്തേക്ക് ഇറക്കിയപ്പോൾ ആദ്യം പേടിച്ചു നിന്നു. കുറച്ച് വെള്ളം കാലുമേക്കായപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ അടുത്ത്, ചേച്ചി നമുക്ക് അവിടെ പോയി നിൽക്കാം, ഇവിടെ പോയി നിൽക്കാം, അവിടെ പോയി നിൽക്കാം എന്നുള്ളതായിരുന്നു ഇവളുടെ ഇത്. അങ്ങനെ ഞങ്ങൾ കാലുമൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അവൾക്ക് പിന്നെ അവിടുന്ന് ഇറങ്ങാനേ തോന്നിയില്ല. അത്രയ്ക്ക് ഇഷ്ടമായി അവൾക്ക്. ഈ കാര്യം അവളുടെ അപ്പൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അപ്പൻ വളരെയധികം ചിരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തേക്ക് ഇങ്ങനെ പോയതിന് ശേഷം തിരിച്ചിങ്ങനെ കയറി വരില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഇപ്പം ഇവളെ ചിരിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ ഇവളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്കൊരു പൂതി തോന്നി. ഇപ്പം എൻ്റെ പേര് ഞാൻ എഴുതാണ്. എൻ്റെ അച്ചും മേയും മാച്ചു കൊണ്ട് പോകാമെന്നല്ലാണ്ട് വേറെ എന്നും ഈയൊന്നും നമ്മുടെ കടലമ്മ മാച്ചു പോകുന്നില്ല കേട്ടോ. ഒരു കുത്തിടാൻ ശ്രമിച്ചപ്പോൾ വടിയും പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു കുത്തിട്ടു. അത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ എഴുതിയപ്പോൾ എൻ്റെ അച്ഛൻ എന്നും കൊണ്ട് വേറെ ഒന്നും കൊണ്ടുപോയില്ല ഗൈസ്. അച്ചു എന്നല്ല, അച്ചു പിന്നെ കടലമ്മ എന്ന് എഴുതിക്കൊണ്ട് പോയി എവിടെയാണെങ്കിലും കൊണ്ടുവന്ന് പറയുമെങ്കിലും ഞാൻ അത് എഴുതാൻ എനിക്ക് സമയം കിട്ടില്ല. അത് എഴുതാൻ ഞാനും മറന്നും പോയി. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി കളിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ. പിന്നെ നമുക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ കുറവാണ്, അതൊന്ന് കൂട്ടിത്തരണം കേട്ടോ. ഞാൻ ഈ യൂട്യൂബിൽ ഇടുന്നത് പോലെ ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എൻ്റെ കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ കേട്ടോ.
ഞാൻ ഈ യൂട്യൂബിലിടുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസുകളും ഷോർട്സുകളാണ് ഞാൻ ഇടുന്നത്. വീഡിയോ ആയിട്ട് ഞാൻ ഇടാറില്ല, വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ, ഷോർട്സുകളായിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. നമ്മുടെ യൂട്യൂബിൽ വരുന്നേക്കാളും ഫസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമാണ് എൻ്റെ ഷോർട്സുകൾ എത്തുക, അതിന് ശേഷമാണ് യൂട്യൂബിലെത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ ഈ സെയിം പേരിനാണ് ഞാൻ അതിലും കൊടുത്തിരിക്കുന്നത്, ടുട്ടു ആൻഡ് വ്ളോഗ്സ്. അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടു, അവിടെ നല്ല രസകരമാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ചേച്ചീനെ വിളിച്ചുകൊണ്ട് കടലിൻ്റെ അറ്റം വരെ കൊണ്ടുപോയിട്ടുണ്ട്. അറ്റം വരെ എന്ന് പറഞ്ഞാൽ അറ്റം വരെ എന്നല്ല, അവിടെ വരെ പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല ഗൈസ്. പിന്നെ നമ്മൾ മാങ്ങ വാങ്ങിക്കാനായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. ഇപ്പം ഞാൻ ഓടിപ്പോട്ടോ മാങ്ങ വാങ്ങിക്കാൻ. നോക്കി വയ്ക്കോ, ഇവിടെ നമ്മൾ എല്ലാ ബീച്ചിലുള്ള പോലെ തന്നെ കുറച്ചധികം കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മെയിനായിട്ട് ബീച്ചിലുണ്ടാവുക അതെ ഉപ്പും ഇതൊക്കെ ഇട്ട് എന്താ പറയുക, നമ്മുടെ ഡ്രസ്സിൻ്റെ കടയും, പിന്നെ മെയിനായിട്ടുണ്ടാവും നമ്മുടെ ഉപ്പിട്ട ഇതും നെല്ലിക്കും, ഉപ്പുമുളകൊക്കെ ഇട്ട നെല്ലിക്കും മാങ്ങയൊക്കെ ആയിരിക്കും. അതേപോലെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അധികം കടകളൊന്നുമില്ല. ഒരു കടയിൽ നിന്ന് ഞാൻ മാങ്ങ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ മാങ്ങ വാങ്ങിക്കണം കണ്ടിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കൂത്തിയാവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, വല്ല എഡിറ്റിങ്ങിലോ വല്ല ആവശ്യത്തിനൊക്കെ വല്ല വല്ല ആളുകളിങ്ങനെ തപ്പി നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ആ ചേട്ടനെ വിളിച്ചോടുക. ചേട്ടൻ വളരെ രസകരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഞങ്ങൾ പിന്നെ ഒരു ഗെയിം കളിച്ചു. അതെ, വടിയിട്ട് അവിടെ കടലിൻ്റെ അടുത്തേക്ക് എറിയും, പിന്നെ അത് നമ്മൾ കടലിൽ കൊണ്ടുവരും, പിന്നെ എറിയും കടലിൽ കൊണ്ടുവരും. അങ്ങനെ ഈ ഗെയിം 2 പേര് കോപ്പി അടിച്ച് കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ ഡുഡുമോൾക്ക് കുറച്ച് ദേഷ്യം വന്നു കേട്ടോ. അവർ നമ്മുടെ വടിയൊക്കെ അവരെടുത്തിട്ട് അവർ ഈ കളി കളിക്കുക, അതെന്ത് മര്യാദയല്ലേ. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തു, കുറച്ച് നീങ്ങിയിരുന്നിട്ട് ഈ ഗെയിം കളിച്ചു. അപ്പം പിന്നെ അവരെടുക്കാനൊന്നും വന്നില്ല. നമ്മുടെ സാറക്കുട്ടി ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് കണ്ട അവളുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു. അങ്ങനെ അവൾക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയേക്കായിരുന്നു. ഒരു അപ്പാപ്പൻ്റെ കടയായിരുന്നു അത്. അപ്പാപ്പൻ വളരെ പാവമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊന്നും ഡ്രസ്സ് വാങ്ങിയില്ല, ഞങ്ങളുടെ ഒന്നും അങ്ങനെ അധികം നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവളുടെ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ ട്രൗസർ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ആൻറ്റി ഇത്രയും വലിയ ട്രൗസർ ഇതൊന്നും എനിക്ക് വേണ്ട ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൾ. പിന്നെ എനിക്ക് ആങ്കിൾ ഡ്രസ്സ് ഇട്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ ഇവൾക്ക് മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്കിങ്ങനെ എൻ്റെ ഇങ്ങനെ രസകരമായ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ. ചേച്ചി എല്ലാ വീഡിയോയിലും പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എൻ്റെ മിത്ര ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക ഇതിലും ചേച്ചിയുടെ മുടി വെച്ചിട്ട് ഇങ്ങനെ മറക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അവൾക്ക് ബബിള് വേണമെന്ന് ഭയങ്കര വാശി. പിന്നെ കുട്ടികളെ സഹിച്ചവൾ കാണിക്കാൻ പറ്റും. ഞങ്ങളൊരു ബബിളും വാങ്ങിക്കൊടുത്തു അവൾക്ക്. കണ്ടവളുടെ കയ്യിലിരിക്കുന്നത്. അവൾ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ അവളെ ഞങ്ങൾ ബാത്റൂമിലൊന്നും കയറ്റിയിട്ടല്ല മാറ്റിയത്. കുറച്ചൊരു കുഞ്ഞു സ്ഥലത്തേക്ക് നീക്കി നിർത്തിയിട്ട് അവളെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. അതിന് അവളുടെ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ റോണി ആൻറ്റിക്ക് അയച്ചു കൊടുത്തു കേട്ടോ. ഇത് കണ്ട പാട് തന്നെ റോണി ആൻറ്റിയുടെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന DP മാറ്റിയിട്ട് ഈ DP അയക്കുക. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കി ഈ ഡ്രസ്സ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ വീണ്ടും വാശി പിടിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മൾ നെല്ലിക്ക വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാങ്ങ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയുടെ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തിട്ട് അത് കടലിൽ നിന്നിട്ട് തന്നെയായിരുന്നു തിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും പൈസ വാങ്ങിയിട്ട് അരിനെല്ലിക്കായിരുന്നു കേട്ടോ. നെല്ലിക്ക വാങ്ങിയില്ല, അരിനെല്ലിക്കായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ അരിനെല്ലിക്ക വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കടലിൽ വെച്ച് തിന്നാൻ പറ്റില്ല, കാരണം അവിടെ നിന്നൊക്കെ നമ്മളെ കയറി നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് എവിടേക്ക് പോകുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവൾ ആദ്യം കാല് വെച്ചപ്പോൾ തന്നെ നമ്മുടെ കളിക്കുന്ന ഒരു കുഞ്ഞു പാർക്ക് പോലെ ഉണ്ടാവില്ലേ, എയറിലൊക്കെ ആ സംഭവം ഉണ്ടാവില്ലേ, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ നമ്മൾ കടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇപ്പം നമ്മൾ അവിടേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഫൺ പാർക്കുന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ പാർക്കിൻ്റെ പേര്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൽ വലിയവർക്ക് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ഉണ്ട് കേട്ടോ. അത് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ഒരാൾക്ക് 80 അങ്ങോട്ടായിരുന്നു റേറ്റ് വരുന്നുണ്ടായിരുന്നത്. ഞാനും സാറുമായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവൾ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് എന്നും അമ്മ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ 2 സ്ഥലങ്ങൾ വരുന്നുണ്ട്, എത്ര നേരം വേണമെങ്കിലും കളിക്കായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ അങ്ങോട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ ഇതിന് ശേഷം വഴിമാലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ക്യാമറമാന്. ഞങ്ങൾ പിന്നെ ഈ കയറിയിട്ട് ഇങ്ങനെ ഒഴുകുന്ന സംഭവമില്ല, അതിൽ കയറാൻ ഡൂഡിന് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ കയറാൻ നിന്നു. പിന്നെ എനിക്ക് പേടി, പിന്നെ ഇറങ്ങാൻ പറ്റണ്ടേ. കാരണം കുറച്ച് കയറിയപ്പോൾ തന്നെ അടിക്ക് നോക്കുമ്പോൾ തല ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ വഴിയെ തിരിച്ചിറങ്ങി. എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം അത് തലയൊക്കെ കറങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചിറങ്ങാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികളൊക്കെ കയറാനായിട്ട് എനിക്ക് കൊതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതിരപ്പള്ളിക്കും വാഴച്ചാലിക്കും പിന്നെ അത് കൂടാണ്ട് തന്നെ ലുലു മാളിക്കും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയായിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കാണണേ, അത് കാണാണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ മലമ്പുഴ 6 വരെയുള്ളത് എല്ലാവരും കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കണ്ടില്ലേ, വേഗം പോയി കാണാം. പാർട്ട് 1 തൊട്ട് പാർട്ട് 6 വരെ ഉണ്ട്. ആ പാർട്ട് 6 മുഴുവനും നിങ്ങൾ കാണണം. ഓക്കെ, പിന്നെ നമ്മുടെ ഊട്ടിലത്തെ 1-2 വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി വഴിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഡെക്കാത്തിലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ഷോർട്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് വേഗം പോയി കാണുന്നുണ്ടെങ്കിൽ വേഗം പോയി ഇൻസ്റ്റയിൽ കണ്ടോട്ടോ. നമ്മുടെ ഓണത്തിന് കടയിലൊക്കെ ഇട്ട പൂക്കളും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ അത് വേഗം പോയി കണ്ടോ. നമ്മുടെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യം വരുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ അത് വേഗം പോയി കണ്ടോട്ടോ. പിന്നെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ബോക്സ് ബിലോ, ഇൻസ്റ്റയിലത്തെ കണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ബോക്സ് ബിലോ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മൊത്തം കയറണമെങ്കിൽ 100 സംതിങ് റേറ്റ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഒരു സാധനത്തിൽ മാത്രമാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഇവിടെ കുറേ കാർട്ടൂണുകളുടെ പടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു ഓരോ ഗെയിംസും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഒരു 5-4 ഗെയിംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഐസ്ക്രീമും പോപ്കോണൊക്കെ തിന്നാനുള്ള ഒരു കുഞ്ഞൊരു സ്പോട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഫൺ പാർക്കോ അങ്ങനെ എന്തോ ആണ് ഈ പാർക്കിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. വളരെ സന്തോഷത്തോടെയാണ് ഓരോ കുട്ടികളും കയറുന്നതും കളിക്കുന്നതും ഒക്കെ. ഞങ്ങൾ കണ്ടില്ല, അവിടെ പെട്ടുപോയി ഗൈസ്. പിന്നെ എനിക്ക് തല കറങ്ങി. പിന്നെ ഞാൻ കഷ്ടിച്ച് അവളൊന്ന് ഇറക്കി. പിന്നെ ഞാനിപ്പോൾ അത് ഇറങ്ങാണ്. പിന്നെ അവൾ കരഞ്ഞു ഗൈസ്, എനിക്ക് കയറണ്ട അമ്മ എന്ന് പറഞ്ഞ അവൾ കരഞ്ഞു. പിന്നെ അവളെ ഞാൻ ചിരിപ്പിച്ചിട്ട് ഓടിക്കയറ്റി ഗൈസ്. അപ്പോൾ ഇപ്പം നമുക്ക് 88 സംതിങ് സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. അപ്പോൾ 100 കടക്കാണെങ്കിൽ അതെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേര് നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ പേരൊന്ന് കമൻറ്റ് ബോക്സ് ബിലോ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ ഇൻസ്റ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സ് ബിലോ. 100 സബ്സ്ക്രൈബ് നമ്മുടെ യൂട്യൂബിലാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും. ഇൻസ്റ്റത്തെ എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉള്ളിൽ കയറിയിട്ട് ക്യാമറമാൻ ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡുഡുവിനെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് വളരെ കോമഡി ആയിട്ടാണ് തോന്നിയത്.
കണ്ടോ ഗൈസ്, രാത്രിയത്തെ ഒരു ആംബിയൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, നമുക്ക് കുറവാണ്. ഷെയർ എല്ലാവരും ചെയ്യുന്നില്ലേ? അടിച്ചു കയറി വാ വാ വാ, ഷെയറൊക്കെ ചെയ്, സബ്സ്ക്രൈബൊക്കെ ചെയ്, ലൈക്കൊക്കെ ചെയ്. ഓക്കെ ബൈ. ഇനി നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അതിരപ്പള്ളിയത്തെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കണം. എല്ലാവരും കാണാൻ മറക്കരുത്. ലൈക്ക് ആൻഡ്